തൽക്കാലം നമുക്കൊന്നും ചെയ്യാനില്ല. അരുണേട്ടൻ എന്തായാലും ഉടനെ ഈ കാര്യം അറിയാൻ പാടില്ല. ഈ രഹസ്യങ്ങൾ അറിഞ്ഞ അതൊക്കെ ഏത് രീതിയിലാവും അരുണേട്ടനെ ബാധിക്കാന്ന് പറയാൻ പറ്റില്ല. ചില പ്രശ്നങ്ങൾ അത് പോകുന്ന വഴിക്ക് സന്ദർഭങ്ങൾ അനുസരിച്ച് പരിഹരിക്കാൻ പറ്റും. മുൻകൂട്ടി ഒരു ഫോർമുലയും ഉണ്ടാക്കാൻ പറ്റില്ല. പല ജീവിതങ്ങളെയും ബാധിക്കാൻ പോകുന്ന, ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണിത്. പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതിനൊരു പരിഹാരം കണ്ടെത്താം. ആദ്യം നമുക്ക് ആദ്യേട്ടനെ അമൃതേട്ടനെയും കാണാം. ബാക്കിയൊക്കെ പിന്നെ. തമ്പ ആദ്യേട്ടാ, ഏട്ടാ എടുത്തേ. എന്താക്കില്ലേ ഏട്ടാ, ഞാനും ശ്യാമയും നിങ്ങളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. അഖിലേ, ഇത് ഞാനും അരുണും തമ്മിലുള്ള കാര്യമാണ്. ഞാൻ ആ വീട്ടിലൊരു ബുദ്ധിമുട്ടാവുന്നില്ല. എല്ലാം ഉറപ്പിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. നീ വിളിക്കരുത്, ഞങ്ങൾ വരത്തില്ല. ഏട്ടാ പറഞ്ഞില്ലേ, ഏട്ടനെ വിളിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. ചുമ്മാ ഒന്ന് വർത്താനം പറഞ്ഞു നിൽക്കാനാ. അമൃത, പോവാം. ആദ്യേട്ടാ, ശ്യാമേ വാ, നമുക്കും പോവാം. അഖില, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താ തല്ലുവോ? തല്ലിക്കോ? എന്റെ മൂത്ത ഏട്ടനല്ലേ. തല്ലിയാ ഞാനാ നിന്ന് കൊള്ളും. പ്ലീസ്. അമൃത എടുത്തേ. എന്തായാലും ആദ്യന്റെ ദേഷ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമുക്കിനി തിരിച്ചു പോവാം. ശ്യാമേ വേണ്ട, ശ്യാമ ഇതിൽ ഇടപെടണ്ട. ഏട്ടനില്ലാതെ ആ വീട്ടിൽ ഞങ്ങളും പോകില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചെയ്യാത്ത കാര്യത്തിനാണ് ഞാൻ പഴി കേട്ടത്. എൻ്റെ ആത്മാർത്ഥത ആരും ചോദ്യം ചെയ്യണ്ട. എൻ്റെ ഭാര്യയുടെ മോളുടെ മുന്നിൽ എന്നെ ആരും അങ്ങനെ താറടിക്കും വേണ്ട. ആരുടെയും ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യം എനിക്കില്ല. അവൻ ആരാ എന്നെ ഭരിക്കാൻ? ഏട്ടാ, അരുണേട്ടൻ അല്പം ചൂടനാണെന്ന് അറിയാലോ. എടാ, അവൻ ചൂടനാണെങ്കിലേ അതിനേക്കാൾ ചൂടനാ ഞാൻ. അതിൽ നീ ഇടപെടണ്ട. ഇത് ഞങ്ങൾ തീർത്തോളാം. അവൻ കാര്യം വരാത്ത കലഹം ഉണ്ടാക്കിയിട്ട് എന്റെ തല കെട്ടിവെച്ചിരിക്കുക. ഏട്ടാ, ഏട്ടനോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ 3 പേരിലും മൂത്തയാളെ ഏട്ടനല്ലേ? ഏട്ടനല്ലേ മാതൃക കാണിക്കേണ്ടത്? ഏട്ടാ, ഞാനും എല്ലാം അറിഞ്ഞു. ഏട്ടൻ വാ, നമുക്ക് എവിടെയും ഒരുമിച്ചിരിക്കാം. ശാന്തമായിട്ടിരുന്ന് എനിക്കും ഏട്ടനും കൂടി കാര്യങ്ങൾ സംസാരിക്കാം. ഇല്ലടാ, എനിക്ക് പറ്റില്ല. എടുത്തില്ലാതെ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ശ്യാമേ, എന്നെ ഐശ്വര്യ പറഞ്ഞതൊക്കെ ശ്യാമ കേട്ടതല്ലേ? ആ ശരി, അമൃതേടത്തി പറഞ്ഞത് കേട്ടു. ഐശ്വര്യടുത്തി എന്നെ പറയുന്നതും എന്നോട് ചെയ്യുന്നതും ഒക്കെ അമൃതേടത്തിയും കേൾക്കുന്നതല്ലേ? ഞാൻ അനുഭവിച്ചതിന്റെ 10-1 വേണ്ട, 100-1 എടുത്തേക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? വേണ്ട, അതൊന്നും ശരിയാവത്തില്ല. ഏട്ടാ, കുഞ്ഞുനാളിൽ ഏട്ടനിൽ നിന്നും ചില കാര്യങ്ങൾ ഒപ്പിക്കാൻ ഞാനൊരു നമ്പർ ഇറക്കും. ആ നമ്പറിൽ ഏട്ടൻ വീഴും. ഓർമ്മയുണ്ടോ? ഏത് നമ്പർ? നീ
മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ദേഷ്യപ്പെടരുത്. അമ്മ കാര്യം പറ. ആ എസ് എ ജയേഷ്, അദ്ദേഹമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം മോളെ. നിനക്കൊരു ജീവിതം കിട്ടുമല്ലോ. പിന്നെ ഇവിടെ ചോദിക്കാനും പറയാനും ഒരാളുണ്ടാവും. അയാൾക്കാണെങ്കിൽ നിന്നെ വലിയ ഇഷ്ടമാ. അമ്മേ, ഞാൻ പറഞ്ഞു, എനിക്ക് വിവാഹാലോചിച്ച് അമ്മ ബുദ്ധിമുട്ടണ്ട. അതും ആ ജയേഷ്, അയാള് പോലീസാണെന്നാണോ അമ്മ വിചാരിക്കുന്നത്? കള്ളനാ, പക്ക ക്രിമിനൽ. കള്ളനോ എന്തു മാരണോ ആയിക്കോട്ടെ, നിനക്കൊരു തുണയാവുമല്ലോ, ഭർത്താവായിട്ട് ഒരാളാകുമല്ലോ. അങ്ങനൊരു ഭർത്താവിന് വേണ്ടി ദാഹിച്ച് നടക്കല്ല ഞാൻ. പിന്നെ ആ അരുണിന് വേണ്ടി കാത്തിരിക്കുകയാണോ? അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് നിനക്കറിയാലോ. ആനന്ദ നിലയത്തെ ഇല്ലാതാക്കരുതെന്ന് നിന്നെ ഉപദേശിക്കണോന്ന്. ആ അവന് വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നേ? ഞാൻ അരുണിനെ കാത്തിരിക്കണെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? അതൊന്നും ആരും പറയണ്ട. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ ഏതെങ്കിലും സ്ത്രീക്ക് മറക്കാൻ പറ്റുമോ? എന്തിലെങ്കിലും നീ ഒന്ന് ഉറച്ചു നിൽക്ക്. അരുണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ആ വഴിക്ക് മുന്നോട്ട് പോണം. അതും അല്ലെങ്കിൽ നിന്റെ ജീവിതം നോക്കണം. ശ്യാമയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ശ്യാമ വരട്ടെ. ശ്യാമ വന്നിട്ടൊരു തീരുമാനം എടുക്കാം. ഏട്ടാ, ഇല്ലടാ, വാ ഏട്ടാ. ചെല്ലേട്ടാ, ഒന്നുമില്ല. ചെല്ല്. എടുത്തി ഞാനമ്മയെ വിഷമിപ്പിച്ചു അല്ലേ? സോറി അമ്മേ. എന്താടാ ഇത്? സോറി അമ്മേ. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. അമ്മേ, ആദ്യം അമൃതം കൊണ്ടേ തിരിച്ചു വരുള്ളൂ എന്ന് നീ പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല നീ പറഞ്ഞതുപോലെ ചെയ്യൂന്ന്. അമ്മേ, ഇത് എന്റെ വീടല്ലേ. സ്വന്തം വീട്ടില് എല്ലാരും കൂടി സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ ആരായാലും ആഗ്രഹിക്കൂ. ആദ്യേട്ടനും അരുണേട്ടനും എനിക്കെന്റെ സ്വന്തം അരവിന്ദേട്ടനെ പോലെ തന്നെയാ. എന്റെ സ്വന്തം ഏട്ടന്മാര്. അവര് പിണങ്ങുന്നത് എനിക്ക് സഹിക്കില്ല.
അമ്മയുടെ ഭാഗത്തു നിന്ന് അറിയാതെ ഒരു വീഴ്ച വന്ന ചാടിത്തുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അല്ലടാ? ആ കൊടുക്കമ്മ ചെകിട തുറണം. ആ എവിടെ നമ്മുടെ മറ്റേ ചേട്ടച്ചാരെവിടെ? അരുൺ സാറേ, ഓയ് അരുൺ സാറേ. അല്ലെടുത്തി കെട്ടിയനില്ലേ മുകളില്? നീ ഇന്ന് അന്വേഷിക്കടാ. എന്താടാ? ഏടരിങ്ങ് വന്നേ. യോ അഖി, നീ കാര്യം എന്താ വെച്ചാ പറ. ആ കൈ ഇങ്ങോട്ട് വന്നേ. അതേട്ടാ കൈ വന്നേ. കൈ വിട്ടെ. വെറുതെ ഇരിക്കും. എടാ, ഈ കൈ വിട്ടെ. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ആ കൈ വന്നേ. ചാമ ആ കൈ പിടിക്കും. അഖി, ചമേ, ചമേ മോളെ. അഖി വേണ്ട. താഴേട്ടാ. പറയുന്നേ അഖി, കൈ വിട്ടെ. ഏയ്, ചേടാ ചേടാ, ഒരാൾ ഒതുങ്ങുമ്പോ മറ്റേ ആൾ ഒതുങ്ങുന്നില്ലല്ലോ. അഖി, നീ വെറുതെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടണ്ട. ഈ കുടുംബത്തില് കുഴപ്പമുണ്ടാകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കണ്ടോ, അവൻ പറയുന്നുണ്ടോ? ഇതൊന്നും ശരിയാവില്ല. ആദി, അരുണേ, നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഒക്കെ സമാധാനത്തിലായിരുന്നതല്ലേ? ഇവിടെ ആരും സന്തോഷത്തിൽ പോകുന്നത് അഖിലിനും ശ്യാമയ്ക്കും ഇഷ്ടമല്ല. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആദ്യേട്ടനെ അമൃതയിടത്തെയും പറഞ്ഞിളക്കിക്കൊണ്ട് വന്നിരിക്കുക. ആര് പറഞ്ഞിളക്കി? ശ്യാമയോ? നിന്റെ മനസ്സ് ദുഷ്ട മനസ്സാ ഐശ്വര്യ. നീ അങ്ങനെ ചിന്തിക്കൂ. അമൃതടുത്തി, ആവശ്യമില്ലാതെ ഐശ്വര്യ കുറ്റം പറയണ്ട. അതെനിക്കിഷ്ടമല്ല. തെറ്റുണ്ട, ഞാൻ പറയുക തന്നെ ചെയ്യും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അമ്മേ, ഇത് കേട്ടോ? അരുണിന്റെ മുഖത്ത് നോക്കി അമൃതയെടുത്ത് പറയുന്നത് കേട്ടോ? ഒന്ന് നിർത്ത്. ആ കൈ ഇങ്ങനെ തരാൻ വാ ഏട്ടാ. കൈ ഇങ്ങനെ ഇങ്ങ് വാ. ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ എനിക്കിപ്പോ സന്തോഷം കൊണ്ട് എന്റെ ഹൃദയം നിറയുക. കണ്ടില്ലേ നിങ്ങള്? അമ്മയുടെ ഹൃദയം നിറയുന്ന കണ്ടില്ലേ? നമ്മൾ മക്കൾക്ക് അമ്മയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്നത് തന്നെയാ, അല്ലേ? എന്റെ ഈ 3 മക്കളും അവരുടെ കുടുംബവും എന്റെ കൂടെ ഒന്നിച്ചുള്ളപ്പോ എന്നെ സംബന്ധിച്ച് ഈ വീട് തന്നെയാ ഭൂമിയിലെ സ്വർഗം. അമ്മേ, ഈ വീട്ടിൽ എപ്പോഴും സന്തോഷം തന്നെയായിരിക്കും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഒരു പുതിയ തുടക്കം, അല്ലേ സർ? പിന്നെ അല്ലാതെ. ശരി, അപ്പോ ഇനി എല്ലാവരും ചിരിച്ചേ. ആ, വാ. വാ 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 വാ. വാ, വാ ഏട്ടാ. ആദ്യേട്ടാ. നോക്കട്ടെ, അമ്മയ്ക്ക് അയക്കണേടാ. ആ, നോക്കട്ടെ. ആഹാ, കൊള്ളാം. വാ. ഓ. അമ്മേ, എന്താ? ഞാൻ ഈ സമയത്ത് പറഞ്ഞ അമ്മ ഇത് ശ്രദ്ധിക്കുമെന്ന് അറിയില്ല. എന്താ? ശ്യാമ നമ്മളെയൊക്കെ ചതിക്കും അമ്മേ. ഞാനത് പറയുമ്പോ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നും, അതെനിക്കറിയാം. പക്ഷെ അമ്മ നോക്കിക്കോ, നാളെ ഒരു സമയത്തേ അവള് നമ്മളെ ചതിക്കും. ഐശ്വര്യ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മേ, ഇവിടുത്തെ വഴക്കിനും പ്രശ്നത്തിനും ഒക്കെ യഥാർത്ഥ കാരണം ആരാ? അവളല്ലേ, ആ ശ്യാമയല്ലേ? അശ്വതിയെ പ്രോത്സാഹിപ്പിച്ചതൊക്കെ ആരാ? എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ ആദ്യേട്ടനും അരുണിനുമായി. ഒക്കെ ശ്യാമയുടെ ബുദ്ധിയാ. അവള് നല്ല പിള്ളയുമായി,
ആദ്യേട്ടനും അരുണും ഒക്കെ പ്രശ്നക്കാരുമായി അല്ലേ? അങ്ങനെയല്ലേ? പക്ഷേ മോളെ ഇപ്പൊ അവള് എന്തിപ്പോ അവള്? അമ്മ നോക്കിക്കോ, അവളുടെ യഥാർത്ഥ മുഖം അമ്മ അറിയും. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ അമ്മയുടെ ഇഷ്ടം. എടി ശ്യാമേ, നിന്നെ ഞാൻ ഈ വീട്ടിൽ വാഴിക്കില്ലടി. എന്നാലും അതി നിനക്ക് എങ്ങനെ അമ്മയെ വിട്ടിട്ട് പോവാൻ തോന്നിയേ? അമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറയണ്ട. അശ്വതിയെ എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അവൾ ഈ നാട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന് അപകടമാണ്. അരുൺ വാക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇനിയും ആ വീട്ടിൽ പോയാലോ? എനിക്ക് ബലമായിട്ടൊരു സംശയമുണ്ട്. എന്താ അമ്മേ? ശ്യാമയും അശ്വതിയും തമ്മില് ഇപ്പോഴും കാണുന്നുണ്ട്. ഏയ്, അതൊരിക്കലും ഉണ്ടാവില്ല അമ്മേ. എന്തോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല് ശക്തമായിട്ട് വരിക. ശ്യാമ അശ്വതിയെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ കൂടിയെങ്കിലും ബന്ധപ്പെടുന്നുണ്ട്. അമ്മയുടെ സംശയം സത്യമായിരിക്കും. എന്തായാലും ശരി, ഞാൻ അശ്വതിയെ ഒന്നുകൂടി ഒന്ന് കാണാൻ പോകുന്നുണ്ട്. അമ്മേ, അത് വേണോ? വേണം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞയക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാമേ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാം. അവളെ നേരിട്ട് കണ്ട് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. മാറിപ്പോവാൻ ഞാൻ കാല് പിടിച്ചപേക്ഷിക്കും. എന്റെ അപേക്ഷ അവള് കേട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. മോളെ, എന്തുണ്ട് വിശേഷം? വെൽക്കം. ആന്റി കണ്ടിട്ട് എത്ര ദിവസമായി? ആ, അത് നേരാ. എന്തായാലും നമ്മൾ ഇന്ന് കണ്ടില്ലേ? മോള് ചെന്ന് കളിച്ചോ കേട്ടോ. മോളെ, ആ, മോൾ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങള് തീരുമാനമാക്കാനുണ്ട് മോളെ. ഇനി ഇതൊന്നും അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ എനിക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഇടയ്ക്ക് എനിക്കെന്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്താ ശ്യാമേ, ശബ്ദം പോയെന്നോ? എന്നിട്ട് വേണ്ട, അത് ഇനി ഒരിക്കൽ പറയാം. നിങ്ങളുടെ വിഷമങ്ങൾ തീർക്കാൻ വന്നിട്ട് ഞാൻ എൻ്റെ വിഷമം പറയാന്ന് വെച്ചാലോ? നമുക്കിപ്പോ നമ്മുടെ കാര്യം പറയാം. അരുൺ ഇവിടെ വന്നിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു. എൻ്റെ ശബ്ദം പോയി കഴിഞ്ഞപ്പോഴായിരുന്നു അത്. ഞാൻ ഉടനെ തന്നെ ചേച്ചിയെ വിളിച്ചിരുന്നു. സംസാരിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും ഒരു മെസ്സേജ് ചെയ്ത് മുന്നറിയിപ്പ് തരാമെന്ന് കരുതി. പക്ഷേ ചേച്ചി അന്ന് ഫോൺ എടുത്തില്ല. ശ്രീകുട്ടി ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു. ചേച്ചി, അരുണേട്ടൻ വന്നിട്ട് എന്തു പറഞ്ഞു? ഇനി പറയാൻ ബാക്കി ഒന്നുമില്ല.
അങ്ങനെ പറയുന്നതാവും നല്ലത്. ആനന്ദ നിലയം തകർക്കാൻ നോക്കുകയാണ്. ഏട്ടനെ വെറുതെ വിടണം. പണ്ട് പ്രേമിച്ച് നടന്നെങ്കിൽ അന്ന് കെട്ടണമായിരുന്നു. അതിന് ഇപ്പൊ ജീവിതം നശിപ്പിക്കുന്ന എന്തിനാണ് എന്നൊക്കെയാ പറഞ്ഞത്. പറയുന്നത് ആദിയേട്ടൻ എന്നാ. എനിക്ക് അവനോട് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. എന്റെ മോളെ പ്രേമിച്ച് വഞ്ചിച്ചത് ആദിത്യനല്ല നീയാണെന്ന്. പക്ഷേ അമ്മ, എല്ലാം നമ്മൾ നേരിട്ടേ പറ്റൂ. എന്തൊക്കെയെന്ന് പറഞ്ഞാ മോളെ നേരിടുന്നത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ, താങ്ങാവുന്നതിന് ഒരു പരിധിയില്ലേ? അമ്മ ഇന്ന് ചുമ്മാ ഇരിക്കോ? നമ്മളെ കണ്ട് കുറച്ചൊന്ന് സംസാരിക്കാൻ വന്നതാ ശ്യാമ. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ശ്യാമയെ വിഷമിപ്പിക്കാതെ. ശ്യാമി ആയതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നേ. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോവും. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മോളുടെ ജീവിതം തൊലച്ചവനാ അരുൺ. എന്നാലും എവിടെയോ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്. അതന്നത്തോടെ അന്ന് തീർന്നു കിട്ടി. അയ്യോ, അരുൺ അങ്കിളിനൊന്നും പറയല്ലേ. അങ്കിള് നല്ല ആളാ. എനിക്ക് വലിയ ഇഷ്ടാ അങ്കിളിനെ. പിന്നെന്താ അങ്കിള് വഴക്ക് പറഞ്ഞേ? ഒന്നുമില്ല, മോള് ചെന്ന് കളിച്ചേ. അമ്മ ചോദിച്ചതിന് ഉത്തരം പറ. മുതിർന്നവർ സംസാരിക്കുമ്പോ ഓരോന്ന് ചോദിച്ചു ഇങ്ങോട്ട് വരണ്ട. ചേച്ചി, മോളിങ് വന്നേ. വാ. മോളുടെ അമ്മ പാവമല്ലേ? മോളോട് വലിയ ഇഷ്ടമായി അമ്മയ്ക്ക്. പക്ഷെ അരുൺ അങ്കിളിനെ വഴക്ക് പറയണ്ട. ആന്റി പറ, അങ്കിള് നല്ല ആളല്ലേ? പറ ആന്റി. അതെ, അരുണെങ്കില് നല്ല ആളാ. ഇനി മോള് ചെന്ന് കളിച്ചോ. ചെല കണ്ടില്ലേ, അറിഞ്ഞോ അറിയാതെയോ അച്ഛന്റെ ഒരു രൂപം മോളുടെ മനസ്സിൽ കടന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുതിരട്ടെ, അച്ഛനെ കുറിച്ച് അവൾ അന്വേഷിക്കും. എന്നിട്ട് അച്ഛനാണ് ശരിയെന്നും പറഞ്ഞ് ചിലപ്പോ അച്ഛന്റെ കൂടെ പോയെന്നോ ഇരിക്കും. അതാ ഞാൻ പറയുന്നത്, ഒരു തുണ വേണോന്ന്. മോളെ, മോൾ ഇവളെ ഒന്ന് ഉപദേശിക്കും. ആ ജയേഷിനെ വിവാഹം കഴിക്കാൻ. അയാളാ ശ്യാമേ ഏറ്റവും വലിയ ഭീഷണി. ആദ്യമായിട്ട് കണ്ടത് മുതല് എനിക്ക് അയാളെ പേടിയാ, വെറുപ്പ. അയാള് അമ്മ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ചു. ഞാൻ സ്വപ്നത്തിൽ പോലും അയാളെ കണ്ട് പേടിക്കുക. അമ്മേ, നമുക്കത് വേണ്ട. അയാളോട് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട, അത് അപകടോ. ശ്യാമേ, ഞാൻ കാണണമെന്ന് പറഞ്ഞത് കാര്യങ്ങളെല്ലാം കൂടെ ആലോചിക്കുമ്പോ അമ്മേ, നീ എവിടെയാ ശ്യാമേ? ഞാൻ പുറത്താ. പുറത്തെവിടെയാന്നാ ചോദിച്ചേ? അത് ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിലമ്മേ. അതെ, ഏത് കൂട്ടുകാരുടെ വീട്ടിലാ? അമ്മയ്ക്കത് അറിയില്ലമ്മേ. ആന്റി, ആന്റി എന്റെ കൂടെ കളിക്കാൻ വാ. അതാരാ കുട്ടി? അത് അതാ ശ്രീകുട്ടിയുടെ ശബ്ദമല്ലേ? അശ്വതിയുടെ മകള്. അമ്മ ഞാൻ ഇപ്പൊ തന്നെ വരാം. ആ ശരി. എന്താ ശ്യാമേ, അമ്മ എന്താ പറഞ്ഞേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ വിളിക്കാം. അമ്മേ, പോട്ടെ മോളെ. അമ്മ,
ശ്യാമേ, ഒന്നിങ്ങി വന്നേ. കൂട്ടുകാരിയുടെ വീട്ടിലാണെന്നല്ലേ നീ പറഞ്ഞേ? പറ, ഏത് കൂട്ടുകാരിയെ കാണാനാ നീ പോയത്? അമ്മ, അഭിരാമി എന്നല്ലേ നിന്റെ കൂട്ടുകാരിയുടെ പേര്? അതെ. എന്താ നിന്റെ ഉദ്ദേശം? അമ്മ ഞാൻ പറയാം. സത്യത്തില് അശ്വതി ചേച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞത് മുതൽ ഞാൻ ചേച്ചി ഇടയ്ക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. അത് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ആർക്കും കുഴപ്പമില്ലാതെ എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. പിന്നെ അമ്മയ്ക്കറിയാലോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലേ ഇത്. അന്ന് ഞാൻ അവളെ കണ്ടതിന് ശേഷം നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അമ്മ, ഓർമ്മയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, ഈ വീട് ഒലയാതെ നോക്കേണ്ടത് നീയാണെന്ന്. അമ്മ, അതിനുവേണ്ടി തന്നെയാ ഞാൻ. കഴിഞ്ഞതിനെ കുറിച്ച് നീ ഒന്നും സംസാരിക്കണ്ട. സത്യം ചെയ്, എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്, ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന്. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. സത്യം ചെയ്. ഇനി ഞാൻ അശ്വതിയെ കാണില്ല. പക്ഷെ അമ്മ, ഒരു കാര്യമുണ്ട്. വലിയൊരു പ്രശ്നം തീർക്കേണ്ടി വന്നാലോ? ഒന്നും കേക്കണ്ട, നീ വാക്ക് തന്നു കഴിഞ്ഞു. പക്ഷെ അശ്വതീച്ചയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാന്ന് വെച്ചാ അത് പാപമല്ലേ? ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജന്മമല്ലേ അശ്വതി ചേച്ചിയുടേത്? ആകെ ഒരു ബന്ധം തന്നെ എന്നോട്. എന്ത് ചെയ്യണം എന്റെ കൃഷ്ണ? അപ്പോ താൻ പറയുന്നത് വസുന്ധരയും ആദിയും ചേർന്ന് ശ്യാമയ്ക്കെതിരെ നീക്കങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നാണ്? അതെ അങ്കിളെ, നമുക്ക് വേണ്ടിയാ ദൈവം അശ്വതിയെ ഈ നാട്ടിൽ കൊണ്ടുവന്നത്. നമുക്ക് കാര്യങ്ങൾ കണ്ടു നിന്നാ മതിയെന്നാ എനിക്ക് തോന്നുന്നത്. ബാക്കി ചെയ്യേണ്ടതൊക്കെ വസുന്ധരാമയും ആദിയേട്ടനും അശ്വതിയും കൂടെ അങ്ങ് ചെയ്തോളും. എത്രയും പെട്ടെന്ന് ശ്യാമ ആ വീട്ടിൽ ഒറ്റപ്പെടണം, അവിടുന്ന് പുറത്താവണം. അത് നടക്കുവരുന്നതി. അശ്വതിയെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് ശ്യാമയാണെന്നുള്ളൊരു തോന്നല് ആ വസുന്ധരാമയുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. ശ്യാമയെ ആനന്ദ നിലയത്തിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ വൈകാതെ എത്തും. ആദിക്ക് അശ്വതിയോട് ഇപ്പോഴും അടുപ്പമുണ്ടോ? അതോ അശ്വതിയെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് തന്നെയാണോ അവന്റെ ആഗ്രഹം? ആദ്യേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായിട്ട് അങ്ങ് പിടികിട്ടുന്നില്ല. പഴയ കാമുകയല്ലേ, എവിടെയോ ഒരിഷ്ടം മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവാതിരിക്കോ? ആദിക്ക് അശ്വതിയോട് വിരോധമാണെങ്കിൽ അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഒരു ഇഷ്ടം അവനുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ജയേഷിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അശ്വതിയെ നമ്മൾ വിവാഹം ചെയ്യിക്കണം. ജയേഷ് ആണെങ്കിൽ അശ്വതിയിൽ ഭ്രമിച്ച് നടക്കുക. ജയേഷ് അശ്വതി വിവാഹം നടന്നാൽ ആദ്യ ബഹളം തുടങ്ങും. ആനന്ദ നിലയത്തിലെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയും. മണ്ടത്തരം പറയാതിരിക്കും ജഗൻ. ദേ, ജയേഷിനെ കൊണ്ട് അശ്വതി വിവാഹം കഴിപ്പിക്കല്ല ഇപ്പൊ വേണ്ടത്. ആ വിവാഹം നടന്നാൽ അശ്വതി പ്രശ്നം ഏതാണ്ട് കെട്ടടങ്ങിയതുപോലെ ആയിപ്പോവും. ഐശ്വര്യ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്താ? അശ്വതിയെ ആനന്ദ നിലയത്തിലേക്ക് എത്തിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ.
സ്വർണ്ണമുട്ടയിടുന്ന താറാവാ നമ്മളെ സംബന്ധിച്ച അശ്വതി. ജയേഷുമായുള്ള വിവാഹം നടത്തുന്നത് താറാവിനെ ഒറ്റയടിക്ക് കൊല്ലുന്നത് പോലെ ആയി പോവും. അരുന്ധതി പറഞ്ഞത് കാര്യ. എങ്ങനെ നമുക്ക് അശ്വതിയെ അവിടെ വീട്ടിലെത്തിക്കണം? അതോടെ ശ്യാമയും അമ്മയും തമ്മില് പൂർണ്ണമായും തെറ്റും. ആ വീട്ടില് പൊട്ടിത്തെറി തുടങ്ങും. അമൃതയെടുത്തിയും ശ്യാമയ്ക്കെതിരാകും. വൈകാതെ ശ്യാമമാലാകിയെ എല്ലാവരും കൂടെ ചവിട്ടി പുറത്താക്കും. കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വരുമെന്ന് അറിയുമ്പോഴും എന്റെ ഉള്ളിലുള്ള ഒരു ഭയം എന്താണെന്നറിയൂ? അവളുടെ കൂടെ അവളുടെ ശ്രീകൃഷ്ണനുണ്ട്. അവൾ ആരാധിക്കുന്ന അവളുടെ മാത്രമായ ശ്രീകൃഷ്ണൻ. നമ്മൾ അവൾക്കെതിരെ എന്തൊക്കെ ചെയ്തതാ? ഒന്നും വ്യക്തമായിട്ട് ഫലിച്ചില്ല. അവളുടെ ശബ്ദം വരെ നമ്മൾ ഇല്ലാതാക്കിയില്ലേ? പക്ഷെ അത്ഭുതം പോലെ ശബ്ദം തിരിച്ചു കിട്ടി. ഈശ്വരാധീനം അവളുടെ കൂടെയുണ്ട്. അത് നമ്മൾ കാണാതിരിക്കരുത്. അത് ശരിയാ. അവളുടെ മുറിയിലെ ആ കൃഷ്ണവിഗ്രഹം